അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിലേക്ക് പോയി. അപ്പോൾ അവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട്, സഞ്ജയ് സിംഗ്. ആപ്പിൻ്റെ MP ആണ്. വെറുതെ ഇറങ്ങിപ്പോകുന്നതല്ല സാറേ, എല്ലാം ഇപ്പോൾ വലിയ ആഘോഷമാണ്, സത്യം ജയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ല. ED പറഞ്ഞു ഇയാൾക്ക് ജാമ്യം കൊടുക്കുന്നതിൽ കുഴപ്പമില്ലാന്ന്. അങ്ങനെ ജാമ്യം കിട്ടിയതാണ്. 6 മാസമായിട്ട് ജയിലിലായിരുന്നു. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഈ 15-ാം തീയതി വരെ തീഹാർ ജയിലിലാണ്. ഇന്ത്യയിലെ ഏറ്റവും കുപ്രസിദ്ധമായ ജയിലുകളിലൊന്നാണ് തീഹാർ ജയിൽ. അവിടെ കെജ്രിവാളിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും? UT നമ്പർ 670 ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 670 UT എന്ന് പറഞ്ഞാൽ അണ്ടർ ട്രയൽ, വിചാരണ തടവുകാരൻ. ഇത് അങ്ങേര് കിടക്കുന്നത് വാർഡ് നമ്പർ 3. തീഹാറിൻ്റെ അകത്ത്, വളപ്പിൻ്റെ അകത്ത് പല ജയിലുകളുണ്ട്. അതിൽ ജയിൽ നമ്പർ 2. ജയിൽ നമ്പർ 1 ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയാണ്. അതെ, അങ്ങനെ സിസോദിയ ജയിൽ നമ്പർ 1. മുൻ ആരോഗ്യമന്ത്രി ഇപ്പം വിടാൻ പോകുന്ന സഞ്ജയ് സിംഗ് 5, കവിത 6. പക്ഷെ നമ്മൾ ഇത് പറയുമ്പോൾ 5, 6 അടുത്തടുത്താണെന്ന് അല്ല. ഇത് ദൂരം, നല്ല ദൂരമുണ്ട്. ഓരോ ബ്ലോക്കുകളാണ്. അതെ, വലിയ. അവിടെ ഇരുന്ന് മന്ത്രിസഭാ യോഗം കൂടാനൊന്നും പറ്റൂല, ഒരു രക്ഷയില്ല. വേറെ സ്ഥലങ്ങളിലാണല്ലോ. അത് പറഞ്ഞു വരുമ്പോൾ രസമായിരിക്കും. ഈ തിങ്കളാഴ്ച വൈകിട്ട് വെളുത്ത ഷർട്ടിട്ട് 4:45 അദ്ദേഹം ഈ പുതിയ വാസസ്ഥലത്തെത്തി. പുറത്ത് 670 എഴുതിയിട്ടുണ്ടാവും, പുറത്തും ഫ്രണ്ടിലും ഒക്കെ നമ്പർ, സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന പോലെ. എന്നിട്ട് അയാളുടെ ചിത്രം എടുത്തു. അത് രജിസ്ട്രേഷൻ റെക്കോർഡിൽ പതിക്കാൻ വേണ്ടിയിട്ട് ചിത്രം എടുത്തു. കയ്യിലുണ്ടായിരുന്ന ബാഗേജ്, പെട്ടി, അത് ചെക്ക് ചെയ്തു, സ്കാൻ ചെയ്തു. അതിൽ തുണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തുണികൾ. ഇതിന് മുമ്പ് തീഹാറിൽ 2 ദിവസം കിടന്നിട്ടുണ്ട്. ആര്? കേജ്രിവാൾ. മുൻപരിചയമുണ്ട്. പുള്ളിക്ക് പരിചയമുള്ളൊരു സ്ഥലമാണ്. അതെന്തിനാന്ന് വെച്ചാൽ 2014 മെയ് 21 എത്തിയത്. പുള്ളി നിതിൻ ഗഡ്കരി ഒരു മാനനഷ്ട കേസ് കൊടുത്തിരുന്നു. ആ മാനനഷ്ട കേസിൽ 10,000 രൂപ പിഴ വിധിച്ചിരുന്നു. അത് അടക്കില്ല എന്ന് പറഞ്ഞു. അതെന്തായിരുന്നു കേസ്? ഈ ഗഡ്കരി എന്തൊക്കെയോ അഴിമതി നടത്തി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു. ഇലക്ഷൻ കാലത്ത് എന്തോ അലിഗേഷൻ നടത്തി, ആരോപണം പറഞ്ഞു. ആ റോഡ് അഴിമതിയിൽ ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം കള്ളമായിരുന്നു. കോടതി ശിക്ഷിച്ചു. ബേസ്ലെസ് ആണെന്ന് കണ്ടതുകൊണ്ട് കോടതി ശിക്ഷിച്ചു. അടിസ്ഥാനരഹിതം ശിക്ഷിച്ചു. ജാമ്യത്തുക 10,000 രൂപ കെട്ടിവെക്കുന്നില്ല. പിഴത്തുക. അതെ. അപ്പോൾ കെട്ടിവെക്കുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ അന്ന് UT നമ്പർ 3624. തവണ കുറവാണ്. 3624 അന്ന്. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒക്കെ ഉള്ള ഇപ്പോഴത്തെ ജയിലിലെ അന്തേവാസികൾ എന്ന് പറയുന്നത് 3 പേരാണ്. ഛോട്ടാ രാജൻ, നീരജ് ഭാവന, നവീൻ ഭാലി. അവർ 2 പേരും ഡൽഹിയിലെ ഗാങ്സ്റ്റേഴ്സാണ്. ഹരിയാന, പഞ്ചാബ്, ഡൽഹി, രാജസ്ഥാൻ ഭാഗങ്ങളിലൊക്കെ കൊള്ള നടത്തിക്കൊണ്ടിരുന്ന 2 സംഘങ്ങൾ ഗാങ്സ്റ്റേഴ്സാണ്. ആ നീരജ് ഭാവനയും നവീൻ ഭാലിയും അവരാണ് അടുത്തുള്ള ഈ സഹമുറിയന്മാർ. ഈ സഞ്ജയ് സിംഗും പിന്നെ ചില ജയിൽ സ്റ്റാഫുകളും സഞ്ജയ് സിംഗിന്റെ കൂടെ ആണ് സുഭാഷ് ചന്ദ്രശേഖറിന്റെ കയ്യിൽ നിന്ന് കടവന്തറ വെടിവെപ്പ് അത് തന്നെ രവി പൂജാരിയുടെ വെടിവെച്ചിട്ട് പോയത് നമ്മുടെ ഒരു സിനിമാ നടിയുടെ പേരും ഒക്കെ. അതെ, അവരുടെ കൂടെ ലിവിങ് ടുഗദർ ആയിരുന്നല്ലോ സുഭാഷ് ചന്ദ്രശേഖർ. ആ സുഭാഷ് ചന്ദ്രശേഖറിൽ നിന്ന് പൈസയൊക്കെ മേടിച്ച് ജയിലിൽ ജീവിക്കുന്ന അങ്കിത് ഗുജ്ജറിനെ കൊന്നു തരാം എന്ന് പറഞ്ഞിട്ടൊക്കെ പൈസ മേടിച്ച കേസിലാണ് ഈ സഞ്ജയ് സിംഗ് ഒക്കെ പ്രതിയായിരിക്കുന്നത്. ഇപ്പോഴത്തെ പോലത്തെ കേസൊന്നുമല്ല അത്. ഈ കെജ്രിവാൾ വരുന്നു എന്നറിഞ്ഞിട്ട് പുള്ളിയെ ജയിൽ നമ്പർ 5 അതിലേക്ക് സഞ്ജയ് സിംഗിനെ മാറ്റിയിരുന്നു. അവിടെ നിന്നാണ് പുറത്തേക്ക് വെക്കുക. അടുത്തുള്ള സെല്ലുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ് കേജ്രിവാളിൻ്റെ മറ്റ് സ്ഥലത്തൊക്കെ. CCTV ഉണ്ട്. ഇങ്ങനെയുടെ നീക്കങ്ങളൊക്കെ വാച്ച് ചെയ്തുകൊണ്ട് ഒരു മേശയും കസേരയും വേണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
ആ അത് മേശയും കസേരയും കൊടുത്തതായിട്ടില്ല, കൊടുത്ത സാധനങ്ങൾ വേറെ ഉണ്ടല്ലേ, ചോദിച്ചിരുന്നു. ആ അത് ഇനി കൊടുക്കുമായിരിക്കും ചിലപ്പോ, എഴുതാനോ മറ്റോ. തലേണ, പിന്നെ ഒരു വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന വിരിപ്പ്, വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന ഭക്ഷണം. അതെ, ആ ഭക്ഷണം അതൊക്കെ ഉണ്ട്. സ്ഥിരം സന്ദർശനത്തിന് 5 പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. ഭാര്യ സുനിത, മകൻ, മകള്, പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി ബിഭവ് കുമാർ, പ്രൈവറ്റ് സെക്രട്ടറി, പിന്നെ രാജ്യസഭാംഗവും MP-യും ആപ്പിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സന്ദീപ് പഥക്. ഇത്രയും പേർക്ക് ആഴ്ചയിൽ 2 ദിവസം കാണാം, 5 മിനിറ്റ് ഒരാൾക്ക്. അത് കേൾക്കാനായിട്ട് ഒരാൾ കേൾക്കും, റെക്കോർഡും ചെയ്യും. അങ്ങനെയാണ്. നേരത്തെ പറഞ്ഞ പോലെ മനീഷ് സിസോദിയ 1-ാം നമ്പർ ജയിലിൽ, മുൻ ആരോഗ്യമന്ത്രി മറ്റേ 7-ാം നമ്പറിൽ, സഞ്ജയ് സിംഗ് 5, ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞാൽ സിസോദിയ ഉപമുഖ്യമന്ത്രി. ഭരദ്വാജ് ആണ് ആരോഗ്യമന്ത്രി. സഞ്ജയ് സിംഗ് 5, കവിത 6. കെജ്രിക്ക് ബാരക്കുകൾ രാവിലെ 10 മണിക്ക് തുറക്കും, എന്നിട്ട് തലയെണ്ണും, ബിസ്ക്കറ്റും ചായയും കൊടുക്കും. പോറിഡ്ജ് രാവിലെ 8 മണിക്ക് കൊടുക്കും, ബ്രേക്ക്ഫാസ്റ്റ് പ്രാതൽ. പിന്നെ ദാലും പച്ചക്കറി എല്ലാം കൂടിയിട്ടുള്ള ഉച്ചയൂണ്. 5 ചപ്പാത്തി ഉണ്ടാവും, ചോറും ഉണ്ടാവും. 5 ചപ്പാത്തിയും ചോറും ഉണ്ട്. കുശാലാണല്ലോ. മറ്റ് ജീവിതത്തിനേക്കാളൊക്കെ പലപ്പോഴും ബെറ്ററാണെന്ന് തോന്നും. നമുക്ക് തിരുവനന്തപുരത്ത് ആ ജയിലിൻ്റെ അപ്പുറത്തെ കൗണ്ടറിൽ നിന്ന് മുമ്പിൽ ചപ്പാത്തി കാക്കനാടും ഉണ്ട് ചപ്പാത്തി. 11 മണിക്കാണ് ഊണ്. 12 മുതൽ 3 വരെ ബാരക്കുകൾ അടയ്ക്കും. വേണമെങ്കിൽ ഇവർ ഉറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. വൈകുന്നേരം പലഹാരത്തിന് തുറക്കും ബാരക്കുകൾ. അത്താഴം 6 മണിക്ക് വൈകിട്ട്. 6 മണിക്കൊക്കെ അത്താഴം, 11 മണിക്ക് ഉച്ചയൂണ് കഴിക്കണം. ഒക്കെ വിശപ്പായി വരുന്ന സമയത്ത് ഈ അത്താഴം 6 മണിക്കാണെങ്കിൽ രാവിലെയൊക്കെ എഴുന്നേൽപ്പിച്ചിട്ട് പണിയൊക്കെ എടുപ്പിക്കാമായിരിക്കും എന്തെങ്കിലുമൊക്കെ. അവിടെ കൃഷിയോ അങ്ങനെ ചേമ്പ് നടുക അങ്ങനത്തെ പരിപാടികളൊക്കെ കാണില്ലേ, അപ്പം അതൊക്കെ ചെയ്യാമല്ലോ. കിടക്കുക. 7 മണിക്ക് ബാരക്കടയ്ക്കും രാത്രി എന്ന് പറഞ്ഞാൽ വൈകിട്ട്. അത്രയും അപ്പോഴും തലയെണ്ണു എത്ര പേരുണ്ട്. അതെ അതെ. ഇയാൾക്ക് മരുന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പുറത്തെ ജഡ്ജിയോട് ആവശ്യപ്പെട്ടിട്ട്. ഷുഗർ സെൻസർ, അത് ഈ ഷുഗറുണ്ട്, ഡയബറ്റിക് ആണ്, അത് ഷുഗർ ലെവൽ ചിലപ്പോൾ താഴാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഷുഗർ സെൻസർ. പിന്നെ ഇസബ് ഗോൾ എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് സപ്ലിമെൻ്റ് ആണത്. ഇസബ് ഗോൾ ഗുളിക ഫുഡ് സപ്ലിമെൻ്റ് ഫൈബ്രസ് ആണത്. ഫൈബേഴ്സൊക്കെ വേണമെങ്കിൽ കൂടാനും ഒക്കെ ഉള്ളതാണ്, ഡയബറ്റീസുമായി ബന്ധപ്പെട്ടത്. ഇങ്ങനെ ആവശ്യപ്പെട്ടൊരു ഫുഡ് സപ്ലിമെൻറ്റ്. ഗ്ലൂക്കോസ്, മിഠായി, ഈ മധുരമുള്ളതൊക്കെ ചിലപ്പോൾ ഇത്തിരി കൂട്ടിയെടുക്കാനും, പഴം, ഷുഗർ താഴാതിരിക്കാൻ, വീട്ടുഭക്ഷണം, പിന്നെ കുപ്പിവെള്ളം, മിനറൽ വാട്ടർ, കണ്ണട കൊണ്ടുപോകാൻ സമ്മതിച്ചിട്ടുണ്ട്, പുസ്തകം, നോട്ട് പാഡ്, പേന, ഇത്രയും സമ്മതിച്ചിട്ടുണ്ട്. സാർ, ഇപ്പോൾ ഈ കെജ്രിവാൾ ഇപ്പോൾ ജയിലിൽ പരിമിതമായ സൗകര്യങ്ങളിൽ കഴിയല്ലേ, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ അദ്ദേഹം കഴിഞ്ഞത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ 1-2 കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. കെജ്രിവാളിൻ്റെ വീട്ടിൽ അദ്ദേഹം താമസിച്ചിരുന്ന ഔദ്യോഗിക വസതിയിൽ 2015 മുതൽ 2022 വരെയുള്ള 7 വർഷക്കാലം പ്ലംബിംഗ് ജോലി, ഇലക്ട്രിക്കൽ ജോലി, മെയിൻ്റനൻസ്, ഇതിനുവേണ്ടി ചിലവായ തുകയുടെ അവകാശം പ്രകാരമുള്ള RTI രേഖ വന്നിട്ടുണ്ട്. എത്ര രൂപയെന്നറിയാമോ? 29.5 കോടി രൂപ. 29,50,00,000 രൂപ. പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് മെയിൻ്റനൻസ്. കർട്ടൻ അത് വേറെ പറയാം. അപ്പോൾ ഇത് പറയുന്നുണ്ട്, നമ്മൾ കെജ്രിവാളിനെ കാണുമ്പോൾ പറയും, പാവം കെജ്രിവാൾ ഇട്ടിരിക്കുന്ന ചെരുപ്പ് കണ്ടോ, വെറും 180 രൂപ വരെയുള്ള ചെരുപ്പാണ്. 400 രൂപ മാത്രമേ ഉള്ളൂ അദ്ദേഹം ഇട്ടിരിക്കുന്ന ഷർട്ടിന്. പാൻറ്റിന് 500 രൂപ. ഇങ്ങനെയാണ് കെജ്രിവാളിൻ്റെ സഞ്ചരിക്കുന്ന കാറ് മാരുതി വാഗണാർ. പോക്കറ്റിലുള്ളത് വെറും 10 റുപ്യ വരെയുള്ള പേനയാണ്. ലളിത ജീവിതത്തിൻ്റെ പര്യായമായി ലളിത ജീവിതത്തിൻ്റെ എൻ്റെ വീട്ടിലെ താമസിക്കുള്ളൂ റെയിനോൾസ് അതെ എന്നൊക്കെ പറഞ്ഞ ആളാണ്. പക്ഷേ അദ്ദേഹം താമസിക്കുന്ന ബംഗ്ലാവിന് വേണ്ടി മുടക്കിയത്
54 കോടി രൂപയാണ്. ഇതിന് പുറമെ നേരത്തെ പറഞ്ഞ 29 കോടി 50 ലക്ഷത്തിന് അതെ, അതിൽ 54 കോടി രൂപ മുടക്കി ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയുമായ ഈ 180 രൂപയുടെ ചെരുപ്പിട്ട് വാഗണാറിൽ സഞ്ചരിക്കുന്ന കെജ്രിവാൾ 7 വർഷത്തിനിടയ്ക്ക് 54 കോടി രൂപ മുടക്കി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി പുതുക്കി പണിതു. അതിൽ 6 കോടിയുടെ ഇമ്പോർട്ടഡ് മാർബിളാണ് വിരിച്ചിരിക്കുന്നത്. ഇറക്കുമതി ചെയ്ത മാർബിൾ 6 കോടിക്ക്. 11 കോടി രൂപയാണ് ഇൻറ്റീരിയർ വർക്കിന് ഉപയോഗിച്ചത്. തീർന്നില്ല, അതിന് കൺസൾട്ടൻസി ആയിട്ട്, അതായത് വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കിൻ്റെ കൺസൾട്ടൻസിക്ക് വേണ്ടി 100 ലക്ഷം രൂപ, അതായത് 1 കോടി രൂപ. ഇനിയും തീർന്നില്ല, വീട്ടിൽ ലൈറ്റൊക്കെ വേണമല്ലോ. കെജ്രിവാളിൻ്റെ ഔദ്യോഗിക വസതിയുടെ ലൈറ്റ് ചെയ്തതിൻ്റെ ചിലവ് 2.5 കോടി രൂപ. ഇനിയും തീർന്നില്ല, ബെഡ്റൂമിലൊരു വാർഡ്രോബുണ്ട്, തുണിയൊക്കെ വെക്കണമല്ലോ, വില വളരെ കുറവാണ്, 1 കോടി 40 ലക്ഷം രൂപ. പിന്നെ ഇത്രയും വലിയ വീടൊക്കെ ആകുമ്പോൾ തീപിടുത്തം ഉണ്ടാവാതെ നോക്കണം, അതിനുവേണ്ടി 2 കോടി 85 ലക്ഷം രൂപയുടെ ഫയർ ഫൈറ്റിംഗ് മെക്കാനിസവും ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ആം ആദ്മി എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ എന്നല്ലേ പറയുന്നത്. ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ പാർട്ടി. ഈ രാജ്യത്തെ അഴിമതി തൂത്ത് കളയുന്ന ചൂലാണ് ചിഹ്നം. അദ്ദേഹം ജീവിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും ഇല്ലാത്ത സൗകര്യങ്ങളോടെ ജീവിച്ച് ദില്ലിയിലെ ജനങ്ങളെ മുഴുവൻ പറ്റിച്ച് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെ മുന്നിൽ താനൊരു മിശിഹയാന്ന് പറഞ്ഞ് ജീവിച്ച് അഭിനയിച്ച ഒരു മഹാനടനാണ് ഇപ്പോൾ തിഹാർ ജയിലിൽ കഴിയുന്നത്. ഇന്ന് വേറൊരു ദൃശ്യവും വന്നിട്ടുണ്ട്. ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് 2 മാസം പോയിരുന്നു 2022. അപ്പോൾ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ദിവസം 8 ലക്ഷം രൂപയായിരുന്നു സ്വീറ്റിൻ്റെ നിരക്ക്. ദിവസം 2 മാസം താമസിച്ചു. പക്ഷേ ഈ സ്വീറ്റിൽ ദിവസം 8 ലക്ഷം രൂപ വെച്ച് 2 മാസം, ഒരു മാസം 2 കോടി 40 ലക്ഷം രൂപ, 2 മാസം കൊണ്ട് 4 കോടി 5 കോടി 60 ലക്ഷം രൂപ. പക്ഷേ ആ സ്വീറ്റിൽ നിന്ന് പുള്ളി പുറത്തിറങ്ങുമ്പോൾ മുഷിഞ്ഞ പാൻറ് ഷർട്ടും പള്ളിച്ചെരുപ്പും 5 രൂപയുടെ പേര് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയും ചെയ്യും. അതിൻ്റെ മുമ്പിലിരുന്ന് ഒരാൾ ഇന്ന് ഈ ഐ വിറ്റ്നസ് അക്കൗണ്ട് പറയുന്ന ആ മുറിയുടെ ഉള്ളിലൊക്കെ കയറി സ്വിച്ച് കയറി ഒരു ദൃശ്യം. ഫ്രോഡ് മാത്രമല്ല, ഗജ ഫ്രോഡും അല്ല, ഫ്രോഡ് കണ്ടുപിടിച്ചവനാണ് ഈ അരവിന്ദ് കെജ്രിവാൾ അല്ലേ. കൂടെ മന്ത്രിമാരെ മുഴുവൻ കൂട്ടി, എന്നിട്ട് പറഞ്ഞു മറ്റേ ഞാനെല്ലാം മറ്റേതിന് ഉത്തരവാദി ആദിഷിയും ഭരദ്വാജും പറയും. അല്ല, ഇപ്പൊ ആദിഷി ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ആദിഷി ഇന്ന് പത്രസമ്മേളനം നടത്തി, എന്നെ ഉടനെ അറസ്റ്റ് ചെയ്യും, എന്നെ BJP ചേരാനായിട്ട് കോടികൾ ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും. അപ്പൊ അറസ്റ്റ് ചെയ്യുന്ന അവർക്ക് ഉറപ്പായി. അതിന് ഒരു കാരണം പറയാണിപ്പോ അറസ്റ്റ് ചെയ്യുന്നത് അഴിമതിയാണ്. ഇത് ഞാൻ പെട്ടെന്ന് ഓർത്ത് നമ്മുടെ കണ്ണനില്ലേ, MK കണ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടോ, കേരള ബാങ്കിന്റെ വൈസ് ചെയർമാൻ, CPM-ന്റെ ഇടുക്കിയിലെ നേതാവ്, അദ്ദേഹം പറഞ്ഞു കൂട്ടത്തോടെ നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ്. മുമ്പും CPM-ന്റെ നേതാക്കന്മാരെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂരിലെ നേതാക്കന്മാർക്കും അറിയാം കൂട്ടത്തോടെ ED-യുടെ അറസ്റ്റ് വരുന്നുണ്ട്. അറസ്റ്റ് ചെയ്തത് മറ്റേ ചൈന ആക്രമണം. അതെ, ഇത് ED-യുടെ ആക്രമണമാണ്. ഏതായാലും അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിലിലെ വിശേഷങ്ങൾ സാർ പറഞ്ഞു നന്നായി. ആ കൂട്ടത്തിൽ എനിക്ക് ഒരു അവസരം കിട്ടി, ഞാൻ എങ്ങനെ പറയും, ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു പുള്ളിയുടെ വീട്ടുവിശേഷങ്ങൾ പറയാൻ. അപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും ജനകീയനായ ജനങ്ങളെപ്പോലെ മറ്റേയാളും ഭരദ്വാജ് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. തർക്കം ഉണ്ടെന്ന് തോന്നുന്നു, അധികാര തർക്കം. ഭരദ്വാജ് സുനിത എങ്ങും മുഖ്യമന്ത്രി ആകാൻ പോകുന്നില്ല, ഒരു കാരണവശാലും സുനിത മുഖ്യമന്ത്രി ആവില്ല, ഞാൻ തന്നെ ആവും എന്നായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഒരു കാശിനും കൊള്ളില്ലാത്തൊരു പത്രസമ്മേളനം, പോയിന്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം ഉടനെ ജയിലിൽ പോകുമല്ലോ. ഭരദ്വാജ് പോവും, ആദിശി പോവുമല്ലോ. പിന്നെ ഗെഹ്ലോട്ട് പോവും, മറ്റേ കൈലാസ് മുഖ്യമന്ത്രി ആവാൻ ആളുണ്ടാവില്ല. MLA-മാർ പിന്നെയും കുറച്ച് പേരില്ലേ അവിടെ, അങ്ങനത്തെ ആളുകളൊക്കെ അല്ലേ മന്ത്രിയൊക്കെ ആയിട്ടുള്ളത്. ഏതായാലും ഇന്ത്യൻ ജനതയെ ഏറ്റവും സമൃദ്ധമായ രീതിയിൽ കബളിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഗജ ഫ്രോഡാണ് തിഹാർ ജയിലിൽ ഇപ്പോൾ കഴിയുന്നത്. 15 ദിവസം കഴിഞ്ഞ് ഇയാൾക്ക് പുറത്തിറങ്ങാൻ കഴിയുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.